എന്താ ഹാജിയാരെ മുഖത്തൊരു ക്ഷീണം? എന്ത് പറയാനാണ്, ആകെ ഒരു ആട്ടിൻകുട്ടിയേനു. അതിന് 2 ദിവസമായിട്ട് കാണാനില്ലാന്ന്. അതവിടെ എവിടെയെങ്കിലും ഉണ്ടാവേ? ഇല്ലാന്ന്, എല്ലാടെയും തപ്പി. എന്നാ പിന്നെ വല്ല കള്ളന്മാരും മുക്കി കാണും. അല്ലേലും ഏതെങ്കിലും കുറുക്കൻ്റെ വയറ്റെത്തിയിട്ടുണ്ടാവും. ഇവിടെ കുറെ കുറുക്കന്മാരുണ്ട്. താനെന്താടോ ഒരു മുനവെച്ച വർത്തമാനം? ഞാൻ പറഞ്ഞു പോയതാണേ. പടച്ചോനെ, നമ്മളെ ആടിനൊന്നും വരുത്തല്ലേ. 2 ദിവസം നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴേ ഒരു സംഭവം ഉണ്ടായി. എന്താ? നല്ല തടിച്ചു കൊഴുത്തൊരു ആട്ടിൻകുട്ടി നമ്മുടെ കിണറ്റിൽ വന്ന് വീണടി. അയ്യോ പാവം. നമ്മുടെ ആചാര ആട്ടിൻകുട്ടി ഇവിടെ എങ്ങാനും വന്നിരുന്നോ? ആട്ടിൻകുട്ടിയോ? ഇല്ല. പുള്ളി 2 ദിവസമായി അന്വേഷിച്ച് നടക്കുന്നുണ്ടേ. അല്ല, ആട് 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 നീ ആടാട്. എടി, നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? അല്ല, ഞാൻ ആട്. ഓടി. അതെന്താ അവരെ പറഞ്ഞു വെച്ചേ? നമ്മൾ ആണുങ്ങൾ സംസാരിക്കുമ്പോ ഈ പെണ്ണുങ്ങൾക്ക് എന്ത് കാര്യം അല്ലേ? അതും ശരിയാണ്. എന്നാ ഞാൻ പോട്ടെ. ഇന്നലെ കയറ് പൊട്ടിച്ച് കിണറ്റിൽ ചാടിയ ആട്ടിൻകുട്ടി ഇല്ലേ, അതിനകത്ത് കടന്ന് ഭയങ്കര നിലവിളിയായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? നീ രക്ഷപ്പെടുത്തിയോ? വല്ല മരുന്നും കൊടുത്തു അതിന്? ഒരു മരുന്നും കൊടുത്തില്ല. ഹോ, രക്ഷപ്പെട്ടു അല്ലേ? രക്ഷപ്പെട്ടോന്ന് ചോദിച്ചാൽ കുറച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ശബ്ദം കേൾക്കാണ്ടായി. ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. ഒരു കാര്യം പറയാൻ വിട്ടു. ഇന്ന് ഉച്ചക്ക് വീട്ടിലെ നല്ല മട്ടൻ ബിരിയാണിയാ. നീ ആ പുതുതായി വന്ന കുട്ടിയെ കണ്ടോ? എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല. എങ്ങനെയുണ്ട് കാണാൻ? കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്താ പരിചയപ്പെടാത്തത്? എടാ, അവൾ എന്താ അവൾക്ക്? എടാ, അവളെ കാണാൻ എന്ത് സ്മാർട്ടാണ്. പക്ഷെ എന്ത് ചെയ്യാം, ദൈവം എല്ലാവർക്കും എല്ലാം ഒരുമിച്ച് കൊടുക്കില്ലല്ലോ. നീ എന്താ ഉദ്ദേശിച്ചത്? എടാ, അവൾ ബധിരയാണെടാ, ബധിര. ബധിരയോ? അതെന്തോ സാധനം? എടാ, ബധിര എന്നാൽ ചെവി കേൾക്കാത്ത കുട്ടി. ആര്? അവളോ? ഒന്ന് പോടാ. ഇന്നലെ ക്ലാസ്സിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവള് മണിയായിട്ട് ഉത്തരം പറയുന്നത് ഞാൻ കേട്ടല്ലോ. ആണോ? എന്നാൽ എനിക്ക് തോന്നുന്നു ഈ ഭദ്രത ചില സമയങ്ങളിൽ മാത്രമായിരിക്കും. അങ്ങനെയുമുണ്ട് ചിലത്. ആണോ? അതെനിക്കറിയില്ല. എനിക്ക് ഉറപ്പാ, ഞാൻ നേരിട്ട് അനുഭവിച്ചതല്ലേ. നീ എന്നോട് പറ, എന്താ നിന്റെ അനുഭവം? അവള് ക്ലാസ്സിൽ വന്ന ദിവസം ഞാൻ അവളോട് ഇത്രയും പറഞ്ഞു: കുട്ടി നല്ല സുന്ദരിയാണ്, എന്തോ കുട്ടി എനിക്ക് ഇഷ്ടമാണെന്ന്. എന്നെ ഒന്ന് ഫ്രണ്ടാക്കിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞത് എന്താ, എന്നെ ഫ്രണ്ടാക്കാമോ എന്ന്. എന്നിട്ട് അവൾ ഉത്തരം പറഞ്ഞത് എന്താണെന്നോ? എന്താ? അവളുടെ ചെരുപ്പ് പുതിയതാണത്രേ. ഇപ്പൊ മനസ്സിലായില്ലേ അവൾക്ക് ചെവി കേട്ടുകൂടാന്ന്? നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വക്കീലിന്റെ മോനില്ലേ, അവൻ MBBS ചേർന്നൂന്ന്. ഭഗവാനെ, അല്ലെങ്കിൽ അവന് ഭയങ്കര ജാടയാ. ഇനി മകൻ ഡോക്ടറും കൂടി ആയാലത്തെ സ്ഥിതി എനിക്ക് ആലോചിക്കാൻ വയ്യ. അങ്ങനെയാ മിടുക്കന്മാര്. അവന്റെ മോൻ അത്ര വലിയ പഠിത്തക്കാരനൊന്നും ആയിരുന്നില്ലല്ലോ. അതെ, അവൻ അത്ര പഠിക്കൊന്നുമില്ല. പിന്നെ എങ്ങനെയാ എൻട്രൻസ് കിട്ടിയത്? എൻട്രൻസ് ഒന്നല്ല. വല്ല ബാംഗ്ലൂരിലേക്കോ മൈസൂരിലേക്കോ 10-50 ലക്ഷം കൊടുത്ത് പറഞ്ഞയച്ചതായിരിക്കും അല്ലേ? അതെ, മൈസൂരിലാ. നമ്മുടെ ടിന്റുവിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ ഇപ്പോഴേ ടെൻഷനാ. ശരിയാ, അവനാണെങ്കി പഠിക്കില്ല, നിങ്ങളുടെ കയ്യിലാണെങ്കിൽ കാശുമില്ല. പിന്നെ എങ്ങനെയാ അവനൊന്ന് ഡോക്ടറാക്കുന്നേ? ഡോക്ടർ അവനൊരു കമ്പൗണ്ടറെങ്കിലും ആയി കണ്ടാ മതിയായിരുന്നു. അതാ അവന്റെ ഇപ്പോഴത്തെ സ്ഥിതി. ശരിയാ, അവന്റെ പഠിത്തം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഇന്നു മുതൽ അവന്റെ പഠിത്തത്തിന് ഒരു മാറ്റം വരുത്തണം. ടിന്റു വന്നല്ലോ. സമയം കളയാതെ പോയിരുന്നു പഠിക്കടാ. എന്താടാ ഒരു മൗനം? പാവം, പകല് മൊത്തം ക്ലാസ്, പിന്നെ ട്യൂഷനും. അവന് ക്ഷീണം കാണില്ലേ? ശരി, നീ പോയി മേല് കഴുകിയിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്ത് പോയി പഠിക്കാനിരുന്നോ? നിങ്ങൾ പഠിക്കാൻ പറഞ്ഞ ചെക്കനതാ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. എന്താടാ ഇത്?
പഠിക്കാൻ പറഞ്ഞയച്ചിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. നിനക്ക് നിന്റെ ഭാവിയെ കുറിച്ചൊരു ചിന്തയില്ലടാ. എന്റെ സ്വപ്നങ്ങളാണ് എന്റെ ഭാവി എന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്. ഉറങ്ങിയാലല്ലേ എനിക്ക് സ്വപ്നം കാണാൻ പറ്റൂ. എപ്പോഴും സ്വപ്നം കണ്ടോണ്ടിരിക്കണമെന്ന അബ്ദുൽ കലാമും പറഞ്ഞത്. എന്നാ ശരി, ഗുഡ് നൈറ്റ്.